അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 13-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വഅസിറു, നിങ്ങൾ രഹസ്യമാക്കുക, ഖൗലക്കും, നിങ്ങളുടെ വാക്ക്, ഔ അല്ലെങ്കിൽ ഇജ്ഹറു, നിങ്ങൾ പരസ്യമാക്കുക, ബിഹി അത്, ഇന്നഹു നിശ്ചയമായും അവൻ, അലീമുൻ നന്നായി അറിയുന്നവനാണ്, ബിദാത്തി സുദൂർ ഹൃദയങ്ങളിൽ ഉള്ളതിന്. മക്കയിലെ സത്യനിഷേധികൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നിരന്തരമായി കുതന്ത്രങ്ങൾ രഹസ്യ സ്വഭാവത്തിൽ മെനയുകയും മുഹമ്മദിൻ്റെ ദൈവം കേൾക്കാതിരിക്കാൻ നിങ്ങൾ ശബ്ദം താഴ്ത്തി സംസാരിക്കൂ എന്ന് പറയുകയും ചെയ്തിരുന്നു. അവരുടെ ഈ അബദ്ധധാരണയെ തിരുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ രഹസ്യമായി പറഞ്ഞാലും പരസ്യമായി പറഞ്ഞാലും ഹൃദയത്തിനകത്തുള്ളതെല്ലാം അള്ളാഹു അറിയും എന്നാണ്. അള്ളാഹുവിൻ്റെ അറിവിന് രഹസ്യം പരസ്യം എന്ന വ്യത്യാസമില്ല. മനുഷ്യൻ രഹസ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ പരിമിതിയുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവെ സംബന്ധിച്ച് പരിമിതിയില്ലാത്തതിനാൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അസിറു, എത്ര രഹസ്യമായി മനുഷ്യൻ പറഞ്ഞാലും, അവിജ്ഹറു, എത്ര പരസ്യമായി മനുഷ്യൻ പറഞ്ഞാലും അതെല്ലാം ഒരേപോലെ അറിയുന്നു. മനുഷ്യർ തമ്മിൽ രഹസ്യം പറഞ്ഞാൽ അത് കേട്ട വ്യക്തിയോ പറഞ്ഞ വ്യക്തിയോ പറഞ്ഞു കൊടുത്താലല്ലാതെ മൂന്നാമതൊരാൾക്ക് അറിയുകയില്ല. എന്നാൽ അള്ളാഹു ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് പോലും അറിയുന്നവനാണ്. മനുഷ്യർ തങ്ങളുടെ വീടുകളുടെ ഉള്ളറകളിൽ വെച്ചോ ഇരുട്ടിൽ വെച്ചോ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിന് അറിയും. അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൻ്റെ മുന്നിൽ യാതൊരു മറയും ഇല്ല. രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും മനുഷ്യൻ്റെ മുന്നിൽ രണ്ടും രണ്ടാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ രണ്ടും തുല്യമാണ്. മനുഷ്യൻ അവൻ്റെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്ന ചിന്തകൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നു. ഉച്ചരിക്കുന്ന ശബ്ദങ്ങളെ മാത്രമല്ല, പുറത്തേക്ക് പറയുന്ന വാക്കുകളെ മാത്രമല്ല, ഹൃദയത്തിലെ സൂക്ഷ്മ ചലനങ്ങളെപ്പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അതാണ് ഈ ആയത്ത് വ്യക്തമാക്കുന്ന ആശയം. അലീമും ബിദാത്തി സുദൂർ, നെഞ്ചകങ്ങളിൽ ഹൃദയങ്ങളിൽ ഉള്ളതെല്ലാം അള്ളാഹു അറിയുന്നു എന്നത് എന്തു തന്നെ മനുഷ്യൻ ഒളിച്ചു വെച്ചാലും എത്ര ആഴമേറിയ രഹസ്യങ്ങൾ കൊണ്ടു നടന്നാലും അതെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ പരസ്യമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആരും കാണാത്തപ്പോൾ മനുഷ്യൻ എന്താണോ അതാണ് അവൻ്റെ യഥാർത്ഥ ക്യാരക്ടർ. ആളുകൾക്ക് മുന്നിൽ നല്ലവരായി നടക്കുകയും തനിച്ചിരിക്കുമ്പോൾ അള്ളാഹുവെ പേടിയില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നുണ്ട് എന്ന് ഈ സൂക്തം വ്യക്തമാക്കുന്നുണ്ട്. കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് അതിൻ്റെ നീയത്ത് നോക്കിയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. പുറമേ വലിയ നന്മയായി തോന്നുന്ന കാര്യങ്ങൾ പോലും ഹൃദയത്തിൽ നീയത്ത് ശുദ്ധമല്ലെങ്കിൽ, കപടതയോടെയാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അതറിയുക തന്നെ ചെയ്യും. ബാഹ്യപ്രകടനങ്ങൾക്കപ്പുറം ശുദ്ധമായ മനസ്സാണ് ഓരോരുത്തർക്കും വേണ്ടത്. ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ പോലും നിരീക്ഷിക്കുന്ന റബ്ബ് അതറിയുന്നു എന്ന ബോധ്യം ഒരു വിശ്വാസിയെ ജാഗ്രതയുള്ളവനാക്കുകയാണ് വേണ്ടത്. പാപങ്ങളും കുറ്റകൃത്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധ്യം വിശ്വാസിക്ക് കാവലാകണം. മനസ്സിൽ സൂക്ഷിക്കുന്ന നന്മകൾ പോലും അള്ളാഹു അറിയുന്നു എന്ന തിരിച്ചറിവ് വിശ്വാസിക്ക് സമാധാനമാകണം. ഈ ആയത്ത് ആ അർത്ഥത്തിലാണ് വിശ്വാസിയെ സ്വാധീനിക്കേണ്ടത്. കഠിനമായ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ആയത്ത് കൂടിയാണിത്. ആരും കാണാനില്ലല്ലോ കേൾക്കാനില്ലല്ലോ എന്ന് കരുതി എന്തുമാകാം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ
അയാൾ അറിയണം, എല്ലാം അറിയുന്ന ഒരു റബ്ബുണ്ട്. അലീമും ബിദാത്തി സുദൂർ. അതിനാൽ സദാചാരബോധമുള്ള, സദ്വിചാരബോധമുള്ള നല്ല വ്യക്തിയായി മാറണമെന്ന് ഈ ആയത്ത് ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിനെ തകർക്കാൻ ശത്രുക്കൾ എന്ത് രഹസ്യ നീക്കങ്ങൾ നടത്തിയാലും അതെല്ലാം റബ്ബ് അറിയുകയും പ്രവാചകനെ അറിയിക്കണമെങ്കിൽ അറിയിക്കുകയും ചെയ്യും. വിശ്വാസികളുടെ കൂടെ റബ്ബുണ്ടാകും. അത് വല്ലാത്തൊരു ആശ്വാസമാണ്. അതിനാൽ ഈ ആയത്ത് സത്യനിഷേധികൾക്കുള്ള താക്കീത് എന്നതോടൊപ്പം സത്യവിശ്വാസികൾക്കുള്ള വലിയൊരു പാഠവുമാണ്. ആ പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.